ഞാൻ സിമ്പിളായിട്ട് എൻ്റെ 16 വർഷത്തെ അല്ലെങ്കിൽ 17 വർഷത്തെ കഥയായിട്ട് പറയാം. അതായത് ഞാനൊരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബാക്കിയുള്ളവരുടെക്കാട്ടിലും ഡിഫറെൻ്റ് ഒരു മെൻറ്റാലിറ്റിയാണ്. അതായത് കൂട്ടത്തിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് ഞാനായിരിക്കണം, ആർക്കും എന്നെ തോൽപ്പിക്കാനാകരുത്, ലൈക്ക് അടിയൊക്കെ ഉണ്ടായാലും എത്ര പേര് വന്നാലും നമ്മൾ അവരെല്ലാം അടിച്ചിടണം. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു അന്ന് തൊട്ടുണ്ടായിരുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ എന്നും വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ എന്താണ്, അതായത് നമ്മൾ ആ സമയത്ത് കാർട്ടൂണായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഓർക്കുന്നുണ്ട്, ടി വിയിൽ അന്ന് മറ്റേ ജെറ്റിക്സ് എന്ന് പറഞ്ഞ ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് പവർ റേഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ഡ്രാഗൺ ബോൾ സി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രാഗൺ ബോൾ സിയിൽ ഗോക്കുവിൻ്റെ മെൻറ്റാലിറ്റി എന്തായിരുന്നു, ആ സെയിം മെൻറ്റാലിറ്റിയാണ് ഞാൻ അന്ന് ഫോളോ ചെയ്തിരുന്നത്. അതായത് പുള്ളി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 1000 മറ്റേ സിറ്റപ്പ് ക്രഞ്ചസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയത്തില്ലേ, 1000 ഒന്നും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഡെയിലി ഒരു 100 അല്ലെങ്കിൽ 200 ലൈക്ക് ഗ്യാപ്പിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഡേയിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. അതായത് പുള്ളപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുള്ളപ്പ് ബാറൊന്നുമില്ല. ഒന്നെങ്കിൽ വീടിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, വീടിൻ്റെ ഷെയ്ഡേ കയറി പുള്ളപ്പ് ചെയ്യും. അത് റിവേഴ്സ് ഗ്രിപ്പ് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ സാധാ പുള്ളപ്പാകാം. ഇനി അതല്ലെങ്കിൽ പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസമായപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ ജനലിൻ്റെ കമ്പിയെ തൂങ്ങി അങ്ങനെ ചെയ്യും. പുഷപ്പ് ആണെങ്കിൽ പല രീതി ഞാൻ ചെയ്യുമായിരുന്നു. കട്ടിലിൻ്റെ മേളിൽ കാല് വെച്ചിട്ട് താഴോട്ട് കിടന്ന് പുഷപ്പ് അടിക്കും. അപ്പോൾ അങ്ങനെ കുറേ നാൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഷെഡ്യൂളായിട്ട് പാക്കെല്ലാം തെളിഞ്ഞ് അങ്ങനെ ഒരു ബോഡിയായി. ഇത് കൂടാതെ ഞാൻ ബാക്കി മറ്റേ 100 മീറ്റർ 200 മീറ്റർ ഷോട്ട് പുട്ട്, അത്യാവശ്യം ബാസ്കറ്റ് ബോൾ, വോളിബോൾ അങ്ങനത്തെ എല്ലാ പരിപാടിക്കും പോയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഷെഡ്യൂളായിട്ടൊരു ഫിസിക്കായിരുന്നു. എൻ്റെ ബോഡി പണ്ട് തൊട്ടേ ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷേ ഈ ടൈമിലൊക്കെ ഈവൻ കോളേജിൽ എത്തിയപ്പോൾ പോലും ഞാൻ ജിമ്മി ജോയിൻ ചെയ്ത് ചത്ത് കിടന്ന് വർക്കൗട്ടായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ, അതായത് ഡയറ്റ്, വെള്ളം കുടി, സ്ലീപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫോക്കസ് ചെയ്തില്ല, വർക്കൗട്ട് മാത്രം. പക്ഷേ ഈ ഒക്കെ ടൈമിൽ എൻ്റെ ഒരു ബോഡി കണ്ടു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ലെവലിൽ നിൽക്കുന്ന പോലെ, അതായത് മെലിഞ്ഞ് തൊലിഞ്ഞായിരുന്നേ, പക്ഷേ ഡ്രസ്സ് അഴിച്ച് കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് മസിൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര സെപ്പറേഷനായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. പക്ഷേ അറിയാമല്ലോ, നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ വീട്ടിൽ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു ഡയറ്റ് ഇട്ട് തരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കങ്ങനെ പറയാനും തോന്നത്തില്ല. എന്നാൽ വീട്ടുകാരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ ചോദിച്ചില്ല, ഞാൻ ചോദിക്കാൻ പോലും നിന്നില്ല. പക്ഷേ ബിടെക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞ സമയം നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാതെ വന്നപ്പോഴത്തേക്കും ഒരു ബഡ്ജറ്റിൽ